സുഹൃത്തുക്കളെ, ഇത് ഏഴിലം പാല പൂത്തു നിൽക്കുന്നതാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പൂവ് ഈ വലിയ ഏഴിലം പാലയിൽ പൂത്തു നിൽക്കുകയാണ്. ഏഴിലം പാലയുടെ ചുവടാണിത്. ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ഇതിൻ്റെ മനോഹരമായ വെള്ളപ്പൂക്കളാണ്. ഈ പൂക്കളിൽ നിന്നും നല്ല സുഗന്ധമുണ്ടാകും. രാത്രിയാകുമ്പോൾ ഈ പ്രദേശം മുഴുവനും നല്ല സുഗന്ധത്താൽ നിറയും. ഈ ഏഴിലം പാലം നിൽക്കുന്നത് കുട്ടമ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെയാണ് ഞങ്ങൾ പഠിച്ചത്. ഇന്ന് കാണുന്ന ഈ സ്കൂളിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും നടന്ന് കിലോമീറ്ററുകൾ നടന്നാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. 77-78 ബാച്ചാണ് ഞങ്ങളിൽ നിന്നും പഠിച്ച വിദ്യാർത്ഥികളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇപ്പോൾ കാണുന്നത് കുട്ടമ്പുഴ പുഴയാണ്. ഈ പുഴ വന്നു ചേരുന്നത് കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 7 പുഴകളാണ് ഇവിടെ ഒന്നിച്ചു ചേരുന്നത്. വലിയ ആഴമുള്ള ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞുള്ളത്. ഇവിടെ നിന്നുമാണ് ഭൂതത്താൻകെട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നത്. ഈ മനോഹരമായ മഴമരം റെയിൻ ട്രീ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് നല്ല തണുപ്പും തണലും നൽകുന്ന ഒരു സംവിധാനം. ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ ഒരു ടോയ്ലറ്റ് പോലും ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ഇല്ല. ഇന്ന് ഈ സ്കൂള് വളരെ നല്ല നിലയിലേക്ക് എത്തിയിരിക്കുന്നു. പുഴയുടെ കളകളമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കളകളം ഹൃദയത്തെ സ്പർശിക്കുന്നു. 7 പുഴകൾ ചേരുന്ന ഏഴിലം പാലയുടെ മുറ്റത്ത് നിൽക്കുകയാണ്. മനോഹരമായ ഈ വലിയ ഏഴിലം പാല എല്ലാവരും വന്ന് കാണണം. ഇത് ഏഴിലം പാലയാണ്. ഏഴിലം പാലയുടെ നല്ല പൂക്കൾ, കുസുമങ്ങൾ വിരിഞ്ഞു നിൽക്കുകയാണ്. കാണാത്ത ആളുകൾ ഷെയർ ചെയ്യണം. ക്യാമറ ചെയ്യുന്നത് സണ്ണി പുൽപ്പറമ്പിൽ. ഏഴിലം പാല പൂത്തു നിൽക്കുന്നതാണിത്. ഇതിൻ്റെ വെള്ളപ്പൂക്കളാണ്, ചെറിയ വെള്ളപ്പൂക്കളാണിത്. ഈ ഏഴിലം പാലയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പൂക്കളുണ്ട് എന്ന് പറയാം. അത്രമാത്രം പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. നല്ല സുഗന്ധത്താൽ നിറഞ്ഞു നിൽക്കുന്നു.